മഹാനായ ചിന്തകൻ പ്ലാറ്റോയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. ഭാഗം 2. സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായിരുന്ന ഗ്രീസ്. വിവിധ നാട്ടുരാജ്യങ്ങൾ ചേർന്ന വൈവിധ്യമുള്ള സംസ്കാരങ്ങളുടെ, പ്രത്യേകിച്ച് പാശ്ചാത്യ ചിന്തകളുടെ ഈറ്റില്ലമായി പേരുകേട്ട പ്രദേശമാണ്. ഇവയിൽ ഗ്രീസിലെയും ഏതൻസിൻ്റെയും ആചാര മത അനുഷ്ഠാനങ്ങളെ, വ്യവസ്ഥിതികളെ, അന്ധവിശ്വാസങ്ങളെ, വിശേഷാൽ ഭരണ രീതികളെ SPA ഗുരുപരമ്പരയിലെ ചിന്തകന്മാർ ചോദ്യം ചെയ്തിരുന്നു. 12 ദേവീ ദേവന്മാരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും അവരെ പ്രീതിപ്പെടുത്തുന്നതിനായി 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബലികൊടുക്കുക എന്ന സമ്പ്രദായങ്ങളെ തുടങ്ങി പല അധാർമികതകളെയും അവർ ശക്തമായി എതിർത്തു. നീ നിന്നെ തന്നെ അറിയുക. To move the world, we must first move ourselves. ലോകത്തിനെ മാറ്റാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് സ്വയം മാറുക എന്ന ഗുരുവായ സോക്രട്ടീസ് മൊഴിഞ്ഞ വാക്കുകൾ ശിഷ്യനായ പ്ലാറ്റോയുടെ ജീവിതത്തെ പ്രകമ്പനം കൊള്ളിച്ചു. തീപ്പൊരി ചിന്തകളുടെ സ്ഥിരം കേൾവിക്കാരനും യുവാവുമായിരുന്ന പ്ലാറ്റോ മറ്റു യുവാക്കളെയും ജനങ്ങളെയും കൂട്ടി ഏതൻസിൽ തുടർച്ചയായി തരംഗം സൃഷ്ടിച്ചു. ഗുരുവായ സോക്രട്ടീസ് പറഞ്ഞ മഹത് വചനങ്ങൾ: We can easily forgive a child who is afraid of the dark. The real tragedy of the life is when men are afraid of the light. ഇരുട്ടിനെ ഭയക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്കൊന്നു മറക്കാം. എന്നാൽ വെളിച്ചത്തെ ഭയക്കുന്ന മുതിർന്ന മനുഷ്യൻ, അത് ജീവിതത്തിലെ വലിയ ദുരന്തമാണ്. ഗുരുവിൻ്റെ പഠനങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയ ശിഷ്യനായ പ്ലാറ്റോ തൻ്റെ ചിന്താ പരിസരങ്ങളിൽ, രചനകളിൽ ഇവയെല്ലാം മേൽപ്പറഞ്ഞ ആശയങ്ങളുൾപ്പെടെ ദൃഷ്ടാന്തങ്ങളിലൂടെ ചില ചിന്തിപ്പിക്കുന്ന ആശയങ്ങളായി ലോകത്തോട് വിശദീകരിക്കുന്നുണ്ട്. ഇന്നത്തെ പഠനത്തിൽ അവയിൽ ചിലതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നുണ്ട്. പ്ലാറ്റോ പഠനത്തിലെ 1-ാം ഭാഗത്തിൽ ആശയവാദത്തെക്കുറിച്ച്, അതായത് തിയറി ഓഫ് ഫോംസ് ഓർ ഐഡിയാസ് എസൻസ്, അതിനെക്കുറിച്ച് നാം ഗഹനമായി ചിന്തിക്കുകയുണ്ടായി. അതിന് തുടർച്ചയായുള്ള ഭാഗങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. തത്വശാസ്ത്രം, രാജതന്ത്രം, മനഃശാസ്ത്രം, ധാർമ്മികത, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ പ്ലാറ്റോ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇന്നും കാലാനുസൃതമായ മാറ്റങ്ങൾ പ്ലാറ്റോയുടെ ചിന്തകൾ ഈ എല്ലാ മേഖലകളിലും മറ്റു പഠനമണ്ഡലങ്ങളിലും പ്രസക്തിയുള്ളവ തന്നെയാണ്. അധാർമിക പാതയിൽ സഞ്ചരിച്ച അധികാരവർഗം എന്ന ഇരുട്ടിനെതിരെ അറിവുകൊണ്ട് വെളിച്ചം വീശുവാൻ ശ്രമിച്ച ഗുരുവായ സോക്രട്ടീസിനെ ഹെംലോക്ക് എന്ന വിഷം നൽകി ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ സർവ മനുഷ്യകുലത്തെയും നോക്കി പ്ലാറ്റോ ശക്തമായി ഗർജിച്ചു: ഇതിഹാസത്തെ വധിച്ച നിങ്ങളെ തലമുറകൾ വിചാരണ ചെയ്യും. മനം നൊന്ത് പ്ലാറ്റോ അവിടെ നിന്നും തൻ്റെ യാത്രകൾ ആരംഭിച്ചു. ഈജിപ്റ്റ്, സൈറിൻ, ഇറ്റലി, സിസിലി എന്നീ രാജ്യങ്ങളിലൂടെ പ്ലാറ്റോ തൻ്റെ യാത്ര തുടർന്നു. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഭാരതത്തിലെ നളന്ദ, തക്ഷശില എന്ന സർവകലാശാലകളുടെ മറ്റു ചിന്തകളുടെ മേഖലകളിലേക്കും പ്ലാറ്റോ യാത്ര ചെയ്തതായി അഭിപ്രായമുണ്ട്. ഈ യാത്രകൾ പ്ലാറ്റോയെ അറിവിൻ്റെ പുതിയ പ്രവാഹ ദിശകളിലേക്ക് കൊണ്ടെത്തിച്ചു. യാത്രാവേളയിൽ ഒരിക്കൽ സ്വേച്ഛാധിപതിയായ സിസിലി രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ ഡൈനീഷ്യസ് രാജാവിനെതിരെ സംസാരിച്ചതുകൊണ്ട്
താൻ തടങ്കലിൽ ആവുകയും തുടർന്ന് അടിമ ചന്തയിൽ വിൽക്കപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ വിശ്വസിക്കുവാൻ നമുക്കാകില്ല. പ്രഭു കുടുംബത്തിൽ ജനിച്ച ശ്രേഷ്ഠമായ ജീവിത തലങ്ങളിൽ ജീവിച്ച വ്യക്തി അടിമയായി ജീവിക്കേണ്ടി വരുന്നു. അസാമാന്യ ചിന്താവൈഭവമുണ്ടായിരുന്ന പ്ലാറ്റോ തളരാതെ മുൻപോട്ട് നീങ്ങി. വീണ്ടും അനുഭവങ്ങൾ പലതും ജീവിതത്തിൽ ആർജിച്ചു. ഒടുവിൽ BCE 387 ആണ്ടിൽ ഏഥൻസിൽ മടങ്ങിയെത്തി. അക്കാഡമി എന്ന എക്കാലത്തെയും പ്രശസ്തമായ സർവകലാശാല സ്ഥാപിച്ചു. അനേകം പേർക്ക് അറിവ് എന്ന വെളിച്ചം അതിലൂടെ പകർന്നു കൊടുത്തു. അജ്ഞതയാകുന്ന ഇരുട്ടിനെ, അതിൻ്റെ നിഴലുകളെ പ്ലാറ്റോ അങ്ങേയറ്റം എതിർത്തിരുന്നു. തൻ്റെ രചനകളിലും സംവാദങ്ങളിലും ഈ ചിന്താധാരകൾ പ്രതിഫലിച്ച് നിന്നു. പ്ലാറ്റോ പറഞ്ഞു, മനുഷ്യൻ്റെ ജീവിത വിജയം അധിഷ്ഠിതമായിരിക്കുന്നത് 3 കാര്യങ്ങളിലാണ്. അതാണ് അവരുടെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത്. ഓരോ ആത്മാവിലുമുള്ള 3 ഘടകങ്ങൾ. ഒന്നാമത്തേത് ഡിസയേഴ്സ് അഥവാ ഇച്ഛാശക്തികൾ. 2 ഇമോഷൻസ് അഥവാ വികാര വിചാരങ്ങൾ. 3-ാമത്തേത് റീസൺ അഥവാ യുക്തി. ഇത് ഹൈന്ദവ ക്രിസ്തു മതത്തിൽ പറയുന്ന ആത്മാവിൽ നിന്നും വ്യത്യസ്തതയുള്ള തലങ്ങളാണ്. ഇവ 3ഉം തമ്മിൽ എപ്പോഴും സംഘർഷമാണ്. ഡിസയേഴ്സ്, ഇമോഷൻ ആൻഡ് റീസൺ. പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ ശരിയായ നോളജ്, എപ്പിസ്റ്റമെ, ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ഇവയെ നിയന്ത്രിച്ചു കൊണ്ടുപോകണമെങ്കിൽ ശരിയായ ജ്ഞാനം അനിവാര്യമാണ്. ശരിയായ അറിവ് ആത്മാവിൻ്റെ തലങ്ങളിലുള്ള ഈ 3 ഘടകങ്ങളുടെ സംഘർഷത്തെ നിയന്ത്രിതമാക്കുന്നു. അത്തരത്തിൽ ഈ വിധമുള്ള പഠനങ്ങളിലൂടെ തനിക്ക് ലഭ്യമായ അറിവുകളെ പങ്കുവയ്ക്കുവാൻ മഹാനായ പ്ലാറ്റോ ഒട്ടും വിമുഖത കാട്ടിയില്ല. തൻ്റെ മഹത് രചനയായ ഡയലോഗുകളിലൂടെ സംവാദ രൂപത്തിലുള്ള ഓരോ രചനകളിലും അതിൽ അവലംബിച്ചിരിക്കുന്ന തർക്കശാസ്ത്ര രീതികൾ, അതായത് ഡയലക്റ്റിക്കൽ മെത്തേഡ്, അവയിൽ ചിലതൊക്കെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇനി വിശദമായ പഠനത്തിലേക്ക്, 1-ാം ഭാഗത്തിൻ്റെ തുടർച്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 1-ാമത്തെ പഠനം. ഇവിടെ ചരിത്രത്തിൽ സംയുക്ത ചിന്തകളെ സമന്വയിപ്പിച്ച പ്ലാറ്റോയെക്കുറിച്ച് ചർച്ച ചെയ്യാം. പ്ലാറ്റോ, ഗ്രേറ്റ് സിന്തസൈസർ ഓഫ് ഫിലോസഫീസ്. പ്രാചീന ഗ്രീക്ക് തത്വചിന്തയിലെ 2 പ്രധാനപ്പെട്ട കാലഘട്ടമാണ് കോസ്മോസെൻട്രിക് പീരീഡ് അഥവാ പ്രാപഞ്ചിക കേന്ദ്രിത കാലഘട്ടം. അവയിൽ മെറ്റീരിയൽ കോസിനെ കുറിച്ച്, അതായത് ഭൗതിക കാരണത്തെക്കുറിച്ചാണ് പ്രധാനമായി ചിന്തിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ചിന്തകൾ അതിനെക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ചിരുന്നു. 2-ാമത്തേത് ആന്ത്രോപോസെൻട്രിക് അഥവാ പ്രകൃതി, പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും പർപ്പസ് ഓഫ് ഹ്യൂമൻ, പ്രവർത്തന മണ്ഡലങ്ങളിൽ മനുഷ്യനെ കൊണ്ടുള്ള ഉദ്ദേശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടം. ഇവ 2 കാലഘട്ടങ്ങളിലെയും ചിന്താധാരകൾ പ്രത്യക്ഷമായി ഒന്നിച്ച് ആയിരുന്നില്ലെങ്കിലും സ്വയം രൂപപ്പെട്ട് പടർന്ന് പന്തലിച്ച് 2 സ്കൂളുകളിൽ അല്ലെങ്കിൽ ചിന്താ മേഖലകളിൽ പ്രശസ്തമായി നിലനിന്ന ചിന്താധാരകളാണ്. 2 സ്കൂളുകൾ. 1-ാമത്തേത് അയോണിയൻ സ്കൂൾ ഓഫ് ഫിലോസഫി, പ്രീ സോക്രട്ടിക്
കാലഘട്ടത്തിലെ, അതായത് സോക്രട്ടീസിന് മുമ്പെയുള്ള കാലഘട്ടത്തിലെ അയോണിയൻ സ്കൂൾ ഓഫ് ഫിലോസഫി. രണ്ടാമത്തേത് എലിയാറ്റിക് അല്ലെങ്കിൽ ഇറ്റാലിയൻ സ്കൂൾ ഓഫ് ഫിലോസഫി. ഈ രണ്ട് സ്കൂളുകൾ, ഇവ രണ്ടുപേരെയും അവരുടെ പഠനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം, മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം ജനങ്ങൾ വളരെ വലഞ്ഞു. സോഫിസ്റ്റുകൾ അതിനായി ശ്രമിച്ചു, എന്നാൽ പ്രാവർത്തിക തലത്തിൽ വിജയം കണ്ടില്ല. ഈ രണ്ട് മേഖലകളെയും മനസ്സിലാക്കി പ്ലാറ്റോ എന്ന ചിന്തകൻ തൻ്റെ ആശയങ്ങൾ മുമ്പോട്ട് വച്ചു. എന്താണ് പ്രാചീന സ്കൂളുകളുടെ ഏകദേശം 2500 മുതൽ 2600 വർഷങ്ങൾക്ക് മുമ്പുള്ള പഠനങ്ങൾ, അവരുടെ സവിശേഷതകൾ എന്തെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ സ്കൂളായ അയോണിയൻ സ്കൂൾ ഓഫ് ഫിലോസഫി. അയോണിയൻ തത്വചിന്ത സ്കൂളിൻ്റെ പ്രത്യേകതകൾ എന്താണ്? സോക്രട്ടീസിന് മുമ്പ് BCE 6-ാം നൂറ്റാണ്ടിൽ നൈലറ്റസ് എന്ന മേഖലയിൽ അയോണിയ പ്രദേശത്ത് കേന്ദ്രീകൃതമായ ചിന്തകൾ. ആ കാലത്തെ പ്രധാനപ്പെട്ട ചിന്തകർ ഇവരെല്ലാമാണ്. അറിയപ്പെടുന്ന ആദ്യത്തെ ചിന്തകൻ തെയിൽസ്, അനാക്സിമൻഡർ, അനാക്സിമീൻസ്, ഹെറാക്ലിറ്റസ്, പൈതഗോറസ്, അനാക്സഗോറസ്, ഡയഗുനസ്, അർക്കുലിയസ് തുടങ്ങിയവർ. ഇവിടെ ഓരോരുത്തർക്കും അവരുടേതായ തനതായ ചിന്താധാരകൾ ഉണ്ടായിരുന്നു. ഇവരുടെ ചിന്താ സ്വഭാവത്തെ മുഴുവനായി വിവരിക്കുവാൻ മഹാനായ ഹെറാക്ലിറ്റസ് എന്ന ചിന്തകനെ കേന്ദ്രീകരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഹെറാക്ലിറ്റസ് എന്ന ചിന്തകൻ പറഞ്ഞു, ഓൾ ഈസ് ഫ്ലക്സ്, ദ ഫിലോസഫി ഓഫ് ബിക്കമിങ്. അതായത് എല്ലാം മാറ്റത്തിന് വിധേയമാണ്. മഹാനായ ചിന്തകൻ അരിസ്റ്റോട്ടിൽ അയോണിയൻ ചിന്തകരെ ഫിസിയോലോഗൈ, അതായത് പ്രകൃതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നവർ, പദാർത്ഥങ്ങളെക്കുറിച്ച് പര്യുന്വേഷണങ്ങളിൽ ഏർപ്പെടുന്നവർ എന്ന് വിളിച്ചു. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രാപഞ്ചികമായ സത്യങ്ങളെക്കുറിച്ച്, പദാർത്ഥങ്ങളിലെ നിഗൂഢതകളെക്കുറിച്ച്, കാരണങ്ങളെക്കുറിച്ച് അവർ പ്രധാനമായും ചിന്തിച്ചു. അവർ അവലംബിച്ച രീതിശാസ്ത്രം എംപിരിസിസം അഥവാ അനുഭവ ജ്ഞാന മാർഗം, ഒരു തരത്തിലുള്ള പരിചയ മാർഗമാണിത്. ഈ മാർഗത്തിൽ പഠനം നടക്കുന്നത് ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ്. ഇന്ദ്രിയ ജ്ഞാനത്തിലൂടെ, അനുഭവങ്ങളിലൂടെ ലഭ്യമാകുന്ന ജ്ഞാനത്തിനാണ് ഇവിടെ പ്രാമുഖ്യം നൽകുന്നത്. അത്തരത്തിൽ പോവുകയാണ് അയോണിയൻ സ്കൂളുകളുടെ ചിന്തകൾ. രണ്ടാമത്തെ സ്കൂളായ എലിയാറ്റിക് സ്കൂൾ. ഗ്രീക്ക് കോളനിയായിരുന്ന ദക്ഷിണ ഇറ്റലി കേന്ദ്രിതമായിരിക്കുന്ന പഠനങ്ങളാണ് ഇവയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. സെനോഫൈൻസ്, പാർമെനൈഡ്സ്, സെനോ, മെലിസസ് ആണ് പ്രധാനപ്പെട്ട ചിന്തകന്മാർ. വാട്ടെവർ ഈസ് ഈസ്, ബീയിങ് നോട്ട് ചേഞ്ച്. ഒന്നും മാറ്റത്തിന് വിധേയമാകുന്നില്ല. വ്യതിയാനം പ്രകൃതിയുടെ സ്വഭാവമല്ല. ഇവിടെ റാഷണലിസം, അതായത് യുക്തിവാദത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയ ജ്ഞാനത്തിൻ്റെ പ്രാമാണ്യത്തെ ഇത് എതിർക്കുകയാണ്. റീസൺ, അതായത് യുക്തിക്കും ലോജിക്കൽ സ്റ്റാൻഡേർഡിനും, അതായത് യുക്തിപരമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പ്രാമുഖ്യം നൽകുന്നത്. താത്വികമായും ജ്ഞാനപരമായും പ്രായോഗികപരമായും മഹാനായ പ്ലാറ്റോ ആണ് ഈ രണ്ട് സ്കൂളുകളെയും അവയുടെ ചിന്താധാരകളെയും സമന്വയിപ്പിച്ചത്.
സംയുക്തമായി പുതിയൊരു വലിയ ചിന്തകൾക്കാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ വഴിതെളിച്ചത്. വാസ്തവത്തിൽ പ്ലാറ്റോയുടെ ചിന്തകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പൂർണ്ണമായും വിശദീകരിക്കുവാൻ മലയാള ഭാഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ തത്തുല്യമായ മലയാള പദങ്ങളുടെ അഭാവങ്ങളുണ്ട്. ഐഡിയലിസ്റ്റ് ചിന്തകൻ അഥവാ യാഥാർത്ഥ്യം ഇവിടെയുള്ളതല്ല, കാണാനും കേൾക്കാനും പറ്റാത്ത മറ്റൊരു ലോകത്താണ് എന്നുള്ള ചിന്താധാരകൾക്ക് നേതൃത്വം നൽകിയ ചിന്തകൻ. പ്ലാറ്റോ ഒരു ഫെസിലിറ്റേറ്റർ ആയി, സ്വയം അറിവ് കണ്ടെത്തുവാനുള്ള സഹായകനായി ജനങ്ങളെ ചിന്തിപ്പിക്കുവാനായി ശ്രമിച്ച ചിന്തകനാണ്. പ്ലാറ്റോ ഒന്നാം ഭാഗത്തിൽ ആശയവാദത്തെക്കുറിച്ച് നാം സ്പഷ്ടമായി ചർച്ച ചെയ്തു. അതായത് തിയറി ഓഫ് ഫോംസ് ആൻഡ് ഐഡിയാസ്. അദ്ദേഹം പറഞ്ഞു, 2 ലോകങ്ങളുണ്ട്. ഒന്നാമത്തെ ലോകം വിസിബിൾ വേൾഡ്, അതായത് വേൾഡ് ഓഫ് അപ്പിയറൻസ്, കാണപ്പെടുന്ന ലോകം. ഇവിടെ മാറ്റവും വ്യതിയാനവുമാണ് ഇവിടുത്തെ സ്വഭാവങ്ങൾ. ഒന്നാമത്തെ ലോകത്തിൻ്റെ വിസിബിൾ വേൾഡിൻ്റെ സവിശേഷതകൾ. രണ്ടാമത്തെ ലോകമായ വേൾഡ് ഓഫ് ഫോംസ്, ഇൻ്റലിജിബിൾ വേൾഡ്. ഇവിടെ എല്ലാ വസ്തുക്കളുടെയും മൂല്യങ്ങളുടെയും ഫോംസ്, ഐഡിയാസ് അല്ലെങ്കിൽ എസൻസ് സ്ഥായിയായി പൂർണ്ണമായി നിൽക്കുന്ന ഒരു ലോകമാണ്. ഫോമുകളുടെ ലോകത്തിൻ്റെ കോപ്പിയും ഇമിറ്റേഷനും മാത്രമാണ് നാം കാണപ്പെടുന്ന ഈ പ്രകൃതിയിലെ വസ്തുക്കൾ. ഇതിന് യോഗാത്മക അറിവെന്നും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ യോഗാത്മക അറിവ് രൂപം പ്രാപിക്കുന്നത് ഇദ്ദേഹത്തിന് മുൻപ് ജീവിച്ചിരുന്ന തത്വചിന്തകന്മാരായ ഹെറാക്ലീറ്റസ്, പാരമനൈഡ്സ്, സോക്രട്ടീസ് എന്നിവരുടെ അഭിപ്രായങ്ങളുടെയും ആശയങ്ങളുടെയും വെളിച്ചത്തിലാണ്. ഹെറാക്ലീറ്റസിന്റെ അഭിപ്രായത്തിൽ നാം കാണുന്ന ഈ ബാഹ്യപ്രപഞ്ചം നശ്വരമാണ്. ഇതിനു പിന്നിൽ അനശ്വരമായ, നശിക്കാത്ത ഒരു സത്തയുണ്ട്. മാറ്റം, ചേഞ്ച്, അതാണ് എല്ലാറ്റിനും അടിസ്ഥാനം. എന്നാൽ ചിന്തകനായ പാരമനൈഡ്സ് തികച്ചും വിപരീതമായ ഒരു ആശയമാണ് മുൻപോട്ട് വച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സകലതും നിശ്ചലമാണ്, മാറ്റമില്ലാതെ നിൽക്കുന്നു. സോക്രട്ടീസ് അഭിപ്രായപ്പെട്ടു, നാം അന്വേഷിക്കുന്ന ജ്ഞാനം ഏകമാണ്, അതൊന്നേ ഉള്ളൂ. നിരന്തരം അന്വേഷിക്കുന്നതിലൂടെ അതിനെ നാം കണ്ടെത്തണം. ഇതിൽ നിന്നുമെല്ലാമാണ് പ്ലാറ്റോ തൻ്റെ അടിസ്ഥാന തത്വചിന്തയായ തിയറി ഓഫ് ഫോംസ് ഓർ ഐഡിയാസ് രൂപപ്പെടുത്തിയെടുത്തത്. പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ ഇന്ദ്രിയ സംവേദനത്തിൻ്റെ, അതായത് സെൻസ് പെർസെപ്ഷൻ, അതിൻ്റെ ഒരു ലോകം നിലനിൽക്കുന്നുണ്ട്. അതിനു മുകളിലായി അതീന്ദ്രിയ ട്രാൻസെൻഡൻ്റൽ ജ്ഞാനത്തിൻ്റെ ലോകവും നിൽക്കുന്നുണ്ട്. ഈ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ഫോമുകളുടെ ലോകമാണ് യാഥാർത്ഥ്യമായുള്ളത്. സൂര്യൻ്റെ പ്രകാശ കിരണങ്ങളേറ്റ് ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ അതീന്ദ്രിയ ലോകത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് ഈ ഇന്ദ്രിയങ്ങളുടെ ലോകവും. പ്ലേറ്റോയുടെ ആശയവാദം മാറ്റത്തിൻ്റെ കണക്ക് കൂട്ടുന്ന ഹെറാക്ലീറ്റസിനെയും സ്ഥിരതയുടെ സ്പഷ്ടത നൽകുന്ന പരമനിസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കാണപ്പെടുന്ന ലോകത്ത് അത്തരത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ആശയങ്ങൾ, അതിൻ്റെ യഥാർത്ഥ സത്ത ഫോമുകളുടെ ലോകത്ത് മാറ്റമില്ലാതെ നിൽക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി മനുഷ്യരുണ്ടെങ്കിലും ഈ മനുഷ്യർക്ക് ആധാരമായ മനുഷ്യത്വം എന്ന ആശയം ഒന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ലോകത്ത് അനവധി വർണ്ണത്തിലും രൂപത്തിലുമുള്ള പശുക്കളുണ്ടെങ്കിലും പശുത്വം എന്ന ആശയം ഒന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു പേനയാണോ അനേകം പേനകളെ പ്രതിദാനം ചെയ്യുന്ന
പേന എന്ന ആശയമാണോ സത്യം? വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ചുരുക്കത്തിൽ യാഥാർത്ഥ്യത്തിൻ്റെ നിഴലുകളാണ് നാം കാണുന്ന വസ്തുക്കളെല്ലാം തന്നെ. ഇവയെല്ലാം ഏവരെയും ചിന്തിപ്പിക്കുന്ന പ്ലാറ്റോ പറഞ്ഞ തത്വചിന്തയുടെ ഭാഗമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സത്യം? എന്താണ് നീതി, സൗന്ദര്യം, ന്യായം, സ്നേഹം? കാണുന്നതിലും അനുഭവിക്കുന്നതിലും പരിമിതികളില്ലേ? എന്നാൽ പ്ലാറ്റോയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ളത് ആശയങ്ങളുടെ പ്രതിച്ഛായ മാത്രമാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൂർത്തിമ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലുള്ള പൂർണ്ണ രൂപം അത് ഫോമുകളുടെ ലോകത്തിൽ സ്ഥായിയായി നിൽക്കുകയാണ്. അത്തരത്തിൽ പ്ലാറ്റോയുടെ ചിന്തകൾ തുടരുകയാണ്. അടുത്ത ഭാഗത്തിൽ ആ ശ്രേഷ്ഠമായ ഉയർന്ന തലത്തിലുള്ള അറിവ് എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഏതൊക്കെ രീതിയിലുള്ള അറിവുകൾ ഉണ്ട്? പ്ലാറ്റോയുടെ വിശദീകരണം അനുസരിച്ച് പ്ലാറ്റോ എങ്ങനെയാണ് ദൈവത്തെ വിശദീകരിക്കുന്നത്? ആത്മാവിനെ കുറിച്ചുള്ള പ്ലാറ്റോയുടെ പഠനങ്ങൾ എന്താണ്? ഇതെല്ലാം നമുക്ക് അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.